ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ സാധാരണ മിക്സർ ടാപ്പിനും പകരമായിട്ട് ഡൈവേർട്ടർ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഡൈവേർട്ടർ പല ടൈപ്പ് വരുന്നുണ്ട്. ഹൈ ഫ്ലോ വരുന്നുണ്ട്, ലോ ഫ്ലോ വരുന്നുണ്ട്, പിന്നെ തെർമോസ്റ്റാറ്റ് ഉള്ള ടൈപ്പ് വരുന്നുണ്ട്. ഹൈ ഫ്ലോ, ലോ ഫ്ലോ, അത് കൂടാതെ തന്നെ തെർമോസ്റ്റാറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ രണ്ട് ടൈപ്പ് ഡൈവേർട്ടർ കാര്യങ്ങൾ. ഈ ടൈപ്പ് ഡൈവേർട്ടർ ഹൈ ഫ്ലോ ഡൈവേർട്ടറാണ് വരുന്നത്. അതിൻ്റെ MRP കാര്യങ്ങൾ നിങ്ങൾ കണ്ടു, 3700 സംതിങ് ആണ് വരുന്നത്. ജാഗർ എന്ന് പറയുന്ന കമ്പനിയുടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഹൈ ക്ലാസ് വരുന്ന കമ്പനികളിലൊന്നാണ് ജാഗുർ. അതിൻ്റെ ഫിറ്റിങ്സിൽ ഒന്നാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഡൈവേർട്ടർ നോർമൽ ടൈപ്പ് ഡൈവേർട്ടറാണ് വരുന്നത്. ആ ഡൈവേർട്ടറിൻ്റെ നമ്മളതിലേക്ക് MTA കറക്റ്റായിട്ട് ബ്രാസിൻ്റെ ടൈപ്പ് MTA ഉണ്ട്. ആ MTA ആണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് സൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ടെഫ്ലോൺ ടൈപ്പും ഷെല്ലാക്കും ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം വെച്ചാൽ പ്രഷർ പമ്പ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രഷർ വരുന്ന സമയത്ത് ലീക്ക് കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടെഫ്ലോൺ ടൈപ്പും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷെല്ലാക്ക് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കണ്ടോ മിനിമം മാക്സിമം എന്ന് പറഞ്ഞിട്ട് ടൈൽ ഫിനിഷിംഗ് സർഫസ് എന്ന് പറയുന്നത് അതാണ് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡൈവേർട്ടർ സെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ കാണുന്ന ആരമാർക്ക് അതിൻ്റെ മിനിമം മാക്സിമം ഉണ്ട്. ആ മിനിമത്തിനും മാക്സിമത്തിനും ഇടയ്ക്കേ ആയിരിക്കണം അതിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരേണ്ടത്. അതായത് ഫിനിഷിംഗ് ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ടൈൽ ഫിനിഷ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഭിത്തിയുടെ അകത്തേക്ക് നമ്മൾ കൺസീൽ ചെയ്യുന്ന സമയത്ത് കുഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. അല്ലെങ്കിൽ അതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇടാൻ സാധിക്കില്ല, അതിൻ്റെ ലിവറുകൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, ഭിത്തിയുമ്പോൾ പോയി ഇടിച്ച് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടും. ഇഷ്ടംപോലെ വീഡിയോസ് കാര്യങ്ങൾ പ്ലംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് വീഡിയോസും കാര്യങ്ങളും ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ഡൈവേർട്ടർ സിസ്റ്റം വരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കാര്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുകളിൽ കാണുന്ന ഒരു ക്യാപ്പ് കണ്ടു. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്യാപ്പ് എടുത്ത് മാറ്റി ആ ക്യാപ്പ് ഇട്ടിട്ട് വേണം പ്ലാസ്റ്റിങ് ചെയ്യാൻ. അതായത് പ്ലംബിങ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് പൊടിയും കാര്യങ്ങളും ഈ പറഞ്ഞ രീതിയിൽ പരിക്കനോ കാര്യം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ആ മെറ്റീരിയൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സിമൻറ്റ് വെച്ച് അടയ്ക്കാൻ കാര്യങ്ങൾ. അപ്പോൾ പിന്നീട് വരുന്ന സമയത്ത് നമ്മൾ ആ ടൈല് കാര്യങ്ങളിൽ ഒട്ടിച്ചതിന് ശേഷം പതുക്കെ അത് ഇളക്കി മാറ്റി കളയാൻ സാധിക്കും. അതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള അതിൻ്റെ പ്ലേറ്റും അതുപോലെ തന്നെ കപ്പും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ഫിറ്റിങ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ ഈ കാണുന്ന 2 നെറ്റ് ബോൾട്ടുകൾ ഉണ്ടാവും. അതിൻ്റെ സ്പിൻഡിലാണ് വരുന്നത്. 2ൻ്റെ സ്പിൻഡിൽ മുകളിൽ കാണുന്നത് ഏറ്റവും മുകളിൽ കാണുന്നത് വലിയ ലിവർ വരുന്നത് അതിൻ്റെ മിക്സറിൻ്റെയാണ്. പിന്നെ അത് വരുന്നത് ചെറിയ നീളം കൂടി ചെറിയ ലിവറിൽ തന്നെ നീളം കൂടിയ ലിവറിൽ ചെറിയതായിട്ട് വരുന്നത് അതിൻ്റെ മുകളിൽ കാണുന്നത് അത് ഷവറിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ സ്പിൻഡിൽ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കമ്പനി തന്നെ നമുക്ക് അലോഡ് ചെയ്യുന്നുണ്ട്. കമ്പനി തന്നെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എന്ത് കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് ഭിത്തി കാര്യങ്ങളൊന്നും പൊളിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്നും അതിൻ്റെ ഭിത്തിയുടെ ഫ്രണ്ടിൽ ടൈലിൻ്റെ ഫ്രണ്ടിൽ നിന്നും നമുക്ക് അതിൻ്റെ സ്പിൻഡിൽ കാര്യങ്ങളൊക്കെ ഊരിയെടുത്ത് ലിവർ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കാൻ പറ്റും. സാധാരണ നമ്മൾ ടാപ്പ് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ സ്പിൻഡിലൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നോർമൽ ലെവൽ നമുക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time